ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് മോണോ മോളിക്യുലാർ ലെയർ. ഒലിക് ആസിഡ് എപ്പോഴും മോണോ മോളിക്യുലാർ ലെയർ ആണ് ഫോം ചെയ്യുള്ളൂ. എന്താ മോണോ മോളിക്യുലാർ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മീതെ ഒരു മോളിക്യൂൾ ഒരിക്കലും ഫോം ചെയ്യില്ല. ഓക്കെ, ഡൈ മോളിക്യൂളല്ലേ മോണോ മോളിക്യുലാർ ലെയർ ആണ്. അതെന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിൻ്റെ മീതെ ഒരു മോളിക്യൂൾ ഇല്ല, മോളിക്യൂളിൻ്റെ ഒരു സൈഡിൽ ഒരു മോളിക്യൂൾ ആയിട്ട് പോകും. ഇതിൻ്റെ മീതെ ഒന്നും ഒരു മോളിക്യൂളും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള സൊല്യൂഷൻ്റെ ഈ പാർട്ടിൽ ഒലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ബാലൻസ് ആൽക്കഹോളൊക്കെ എവാപ്പറേറ്റ് ചെയ്ത് പോയി. ഈ ഒലിക് ആസിഡിൻ്റെ മോണോ മോളിക്യുലാർ ലെയർ, ഇത് കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് ലൈക്കോപോഡിയം പൗഡർ ആണ്. സോ ലൈക്കോപോഡിയം പൗഡർ. സോ ഇവിടെയാണ് മോണോ മോളിക്യുലാർ ലെയർ ഓഫ് ദിസ് ഒലിക് ആസിഡ് ഇറ്റ് ഈസ് ഫോംഡ്. monomolecular layer which is a very thin layer. Okay, so ഇത്രയും ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ ആൽക്കഹോൾ ഇവിടുന്ന് പോയി ഇത് മോണോമോളിക്യുലർ ലെയർ ഓഫ് ഒലിക് ആസിഡ് ആണ്. ഇവിടെ ഒലിക് ആസിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആൽക്കഹോൾ ഇല്ലാത്തത് കൊണ്ടാണ്. ആൽക്കഹോൾ എവാപ്പറേറ്റ് ചെയ്ത് പോയി. ഇനി എന്തേ ഉള്ളൂ? ഒലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഫോംസ് എ വെരി തിൻ ലെയർ. മോണോമോളിക്യുലർ ലെയറേ ഫോം ചെയ്യുള്ളൂ. ഇപ്പം കണ്ടോ, ഇപ്പം ഈ മോണോ മോളിക്യുലാർ ലെയർ ഫോം ചെയ്തല്ലോ. ഇത് ഒരു വെസലായിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഗ്ലാസ് ഫ്ലാസ്ക്, ഒരു ഗ്ലാസ് വെസലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു വെരി മൈന്യൂട്ടായിട്ടുള്ള ഗ്ലാസ് വെസൽ, വളരെ അതിൻ്റെ തിക്നെസ് വളരെ ചെറിയതായിട്ടുള്ള ഒരു ഗ്ലാസ് വെസലായിട്ട് കൺസിഡർ ചെയ്യാം. സോ വീണ്ടും നമ്മൾ അതിലേക്ക് വരികയാണ്. സോ ദിസ് സ്പെസിഫിക് ഫിഗർ നിങ്ങളൊന്ന് വരയ്ക്കുക. അത് മറക്കാതിരിക്കാനാണ്. എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്, എന്തായിരുന്നു നമ്മുടെ സെൻറ്ററിൽ വന്നത്, ലൈക്കോപോഡിയ എന്താ ചെയ്തത്, ലൈക്കോപോഡിയ എങ്ങനെയാണ് വാൾസിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. മനസ്സിലായ ഒരു കാര്യം ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്കാവും. സോ നമ്മൾ ജസ്റ്റ് മുൻപേ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. സോ 400 cm³ ഓഫ് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ ഒലിക് ആസിഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/20 × 20 cm³, അഥവാ 1/400 cm³, അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇനി കരുതുക വോളിയം ഓഫ് each drop of the solution ദിസ് സൊല്യൂഷൻ ആണ്. അത് V ആണെന്ന് കരുതുക. വോളിയം നമുക്കറിയില്ല. സോ വി കനോട്ട് എസ്റ്റിമേറ്റ്. അപ്പോൾ V ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഇത്രയും പറഞ്ഞുള്ളൂ. 1/20 × 20 cm³ എമൗണ്ട് ഓഫ് ഒലിക് ആസിഡ് ആണുള്ളത്. ഇപ്പോൾ ഈ ഒലിക് ആസിഡിൽ നിന്ന്, ഈ 400 cm³ ഒലിക് ആസിഡിൽ നിന്ന് ഓരോ എടുക്കുന്ന ഈച്ച് ഡ്രോപ്പിൻ്റെ വോളിയം V ആണെന്ന് കരുതുക. എങ്ങനെയാണ് വോളിയം കണ്ടെത്തുക? നമ്മൾ ധാരാളം ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടു. ബ്യൂറട്ടെ, ഇതെല്ലാം നമ്മൾ എന്താണ്, വോളിയോമെട്രിക് സിലിണ്ടർ, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. എന്താ വോളിയം എസ്റ്റിമേറ്റ് ചെയ്യാൻ, വോളിയം എസ്റ്റിമേഷൻ ഓഫ് സൊല്യൂഷൻ, വോളിയോമെട്രിക് സിലിണ്ടർ, അതുപോലെ തന്നെ ബ്യൂറട്ടെ എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ആർ യു റിമെമ്പറിങ് ദാറ്റ്? ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ഒക്കെ ഐ തിങ്ക് യു ആർ. സോ ബ്യൂറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്യൂറട്ടേൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്യൂറട്ടെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ബ്യൂറട്ടയിൽ ഇവിടെ ഓരോ മെഷർമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ബ്യൂറട്ടയിൽ ഇവിടെ ഓരോ മെഷർമെൻറ്റ്സ് ഉണ്ടാവും. എവിടെ ഒരു മെഷർമെൻറ്റ്സ്, ഇവിടെ ഓരോ മെഷർമെൻറ്റ്സ് ഉണ്ടാവും. സോ നമ്മൾ ഇതിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഫില്ല് ചെയ്യണം. അതായത് 400 cm³ ബ്യൂറട്ടേൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു എന്ന് വിചാരിച്ചോ. സോ ഫില്ല് ചെയ്തു, 400 cm³ ഫില്ല് ചെയ്തു. അങ്ങനെ ഒരു ഡ്രോപ്പ് ഇതിൽ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പൈപ്പ് പോലുള്ള സംഗതി ഉണ്ടാവും. സോ ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഫോൾ ചെയ്യും. സോ ആ ഒരു ഡ്രോപ്പ് ഫോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും 400 cm³ എന്ന് വിചാരിച്ചോ. ഒരു ഡ്രോപ്പ് ഫോൾ ചെയ്തപ്പോൾ ഇതിൻ്റെ റാങ്ക് ഇത്ര പോരും. 400 cm³ ഒരു ഡ്രോപ്പ് പോയപ്പോൾ ഇത്രയും പോരും. ഇവിടെ മെഷർമെൻറ്റ്സ് എന്താ കാണിക്കുന്നതെന്ന് അറിയോ? മെഷർമെൻറ്റ് ഓഫ് ദി വോളിയം ഇസ് ഷോൺ ഹിയർ. ഓക്കെ, സോ 400 cm³ നിന്ന് ഒരു ഡ്രോപ്പ് ഫോൾ ചെയ്തപ്പോൾ ഈ വോളിയം കുറഞ്ഞു, ഇതിൻ്റെ ലെവലും കുറഞ്ഞു. സോ ഇവിടെ എത്ര ലെവൽ കുറഞ്ഞു എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഇത്രയും താഴ്ന്നെങ്കിൽ ഇതായിരിക്കും ദ വോളിയം ഓഫ് ദാറ്റ് ഡ്രോപ്പ്. ക്ലിയർ? ബ്യൂറട്ടെ ഉപയോഗിച്ചിട്ടാണ് വോളിയം ഓഫ് എ സൊല്യൂഷൻ ദാറ്റ് വി ആർ ഫൈൻഡിങ്. വൺ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വി ആർ യൂസിങ് ഇസ് ബ്യൂറട്ടെ. സോ ഇങ്ങനെ ഇത്രയുമാണ് വോളിയം ഓഫ് ദാറ്റ് സ്പെസിഫിക് ഡ്രോപ്പ്. ഇത് V ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്.
V. Volume of each of this solution is V. Okay. So, ഇനി നമ്മൾ എത്ര ഡ്രോപ്സ്, അപ്പം n ഡ്രോപ്സ് എടുത്തെന്ന് വിചാരിച്ചോ, ധാരാളം എമൗണ്ട് ഓഫ് ഡ്രോപ്സ് എടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ what would be the volume of each, what would be the volume of n drops of solution? Volume of n drops of solution, it would be n into V, right? NV. So നമ്മൾ ആദ്യം പറഞ്ഞു വോളിയം ഓഫ് ഈച്ച് ഓഫ് ദി സൊല്യൂഷൻ വി ആയിട്ട് കൺസിഡർ ചെയ്തു, വി എടുത്തു. ഇനി ഇത് ധാരാളം എമൗണ്ട് ഓഫ് ഡ്രോപ്സ് അല്ലെങ്കിൽ ധാരാളം നമ്പർ ഓഫ് ഡ്രോപ്സ് എടുത്തു, ആ ധാരാളം നമ്പർ ഓഫ് ഡ്രോപ്സിനെ n ആയിട്ട് കൺസിഡർ ചെയ്തു. സോ n ഡ്രോപ്സിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? NV ആയിരിക്കും. ഓക്കെ. സോ ഹിയർ ഈ NV എന്ന് പറയുന്നത് 400 cm³ ആയിട്ട് കൺസിഡർ ചെയ്യുക, കാരണം ഇതിൽ ധാരാളം ഡ്രോപ്സ് ഉണ്ട്. അതിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് V ആണ്. So NV is equal to 400 cm³. Are you clear with this concept? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും the amount or volume of concentration അല്ലെങ്കിൽ amount അല്ലെങ്കിൽ volume of in the oleic acid in this. അപ്പം NV എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ n ഡ്രോപ്സ്, ഇതിൽ എന്തൊക്കെയുണ്ട്? ഒലിക് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അതാണ് 400 cm³ എന്ന് നമ്മൾ പറഞ്ഞിട്ട് is equal to 400 cm³, റൈറ്റ്? സോ ഇതിലെ ഒലിക് ആസിഡിൻ്റെ എമൗണ്ട് എത്ര ആയിരിക്കും? can anyone assume it? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം NV ആണ് 400 cm³. അങ്ങനെയാണ് NV 400 cm³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡ്രോപ്സ് ഇൻറ്റു വോളിയം ആണ്. അപ്പം NV നമുക്ക് കിട്ടിയ, അപ്പോൾ ഇതിൽ ധാരാളം ഡ്രോപ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ വോളിയം നമ്മൾ V ആയിട്ട് എടുത്തു. സോ N into V നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിലെ എമൗണ്ട് ഓഫ് ഒലിക് ആസിഡ് എന്തായിരിക്കും? Can anyone guess it? It is volume. What is the amount of oleic acid present in 400 cm³ solution? 1/400 അല്ലേ? 1/400 അഥവാ 1/20 × 20 ആയിരുന്നു എമൗണ്ട് ഓഫ് ഒലിക് ആസിഡ് പ്രസൻറ്റ് ഇൻ 400 cm അഥവാ 20 × 20 cm³ എന്ന സൊല്യൂഷനിലെ അതിൻ്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? 1/20 × 20 is the amount of oleic acid in 400 cm³ of solution എന്ന് അല്ലേ? സോ അതിൽ 1/20 × 20 ആണെങ്കിൽ NV എന്ന ഡ്രോപ്സ് എടുത്തു ഇൻറ്റു NV ആയിരിക്കും amount of olic acid present in NV number of NV എന്ന് പറയുന്ന വോളിയത്തിലെ എമൗണ്ട് ഓഫ് ഒലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/20 × 20 ആയിരിക്കും. ദസ് 1/20 × 20 ഇറ്റ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും ഇവിടെ. ഓക്കെ, ക്ലിയർ വിത്ത് ദിസ് വൺ? സോ ഈ NV 1/20 × 20 ഇൻറ്റു NV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് NV/20 × 20 വിച്ച് ഈസ് ഈക്വൽ ടു NV by 400 cm³, or we can write it as NV/20 × 20 എന്ന് എഴുതാം, അല്ലെങ്കിൽ NV/400 cm³ എന്ന് എഴുതാം. ക്ലിയർ വിത്ത് ദിസ് വൺ? പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമ്മൾ 1/20 × 20 cm³ ആണ് ഒലിക് ആസിഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു ഫസ്റ്റ് വൺ. അപ്പം വോളിയം ഓഫ് ഈച്ച് ഡ്രോപ്പ് ഓഫ് ദ സൊല്യൂഷൻ, ഈച്ച് ഓഫ് ദ സൊല്യൂഷൻ അല്ല, ഈച്ച് ഡ്രോപ്പ് ഓഫ് ദ സൊല്യൂഷൻ ആണ്. ഐ മിസ് ടു റൈറ്റ് ഡ്രോപ്പ് ഓവർ ഹിയർ. Drop of the solution V, and volume of n drops of solution considered as n into V. The amount of folic acid in this NV, it would be 1/20 × 20 into NV. ഇനിയിപ്പോൾ n എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഇതിൽ സ്പെസിഫിക് എമൗണ്ട് ഓഫ് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്തെന്ന് വിചാരിച്ചോ, അതിൻ്റെ വോളിയം T ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം K ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ what would be the volume of the specific solution that we have formed? ഇതെല്ലാം ആഡ് ചെയ്തു അല്ല, വേറെ സൊല്യൂഷൻ അങ്ങനെ മിക്സ്ചറാണ് ഫോം ചെയ്തിട്ടുള്ളെങ്കിൽ what we see is that മിക്സ്ചർ ഇത് നിങ്ങൾ എങ്ങനെയൊക്കെയോ ആഡ് ചെയ്തിട്ടാണ് K എന്ന സൊല്യൂഷൻ തന്നെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ K എന്ന സൊല്യൂഷൻ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഗോൺ മൾട്ടിപ്ലൈ ദ, സോ N into V into K ആയിരിക്കും ഫോം ചെയ്തിട്ടുള്ള സൊല്യൂഷൻ്റെ എമൗണ്ട്. അതിൽ ഒലിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി 1/20 × 20 into NV into K ഹിയർ. ക്ലിയർ വിത്ത് ദിസ് വൺ? ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. കാരണം നമ്മൾ 20 cm³ വെച്ചിട്ടാണ് കളിക്കുന്നതെങ്കിൽ
1 സെൻറ്റിമീറ്റർ ക്യൂബ് എടുത്ത് 20 സെൻറ്റിമീറ്റർ ക്യൂബ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ഒലിക് ആസിഡും 90 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ആൽക്കഹോളും ആഡ് ചെയ്ത് 20 സെൻറ്റിമീറ്റർ ക്യൂബ് അങ്ങനെ ഫോം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് 1/20 ഫിക്സ്ഡ് ആയിരിക്കും.